നമ്മളടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സെർവോ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്. നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാം, നമ്മൾ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻറ്റ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ്. കാരണം നമ്മളെ കോസ്റ്റ്ലി ആയുള്ള എക്യുപ്മെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ് എന്ത് സ്റ്റെബിലൈസർ. അതായത് നമ്മളെ വീട്ടിലെ TV, റെഫ്രിജറേറ്റർ, AC ഇതിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ് സ്റ്റെബിലൈസർ. അപ്പോൾ അതിൻ്റെ സെർവോ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, അത് ജസ്റ്റ് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ് എന്ത് നമ്മളെ എക്യുപ്മെൻറ്റ്സ്. നമ്മൾ ഈ കോസ്റ്റ്ലി ഉള്ള എക്യുപ്മെൻറ്റ്സിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, നമ്മുടെ TV, അതേപോലെ റെഫ്രിജറേറ്റർ, AC ഇതിനൊക്കെ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, സെർവോ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെർവോ സ്റ്റെബിലൈസറിൻ്റെ യൂസ് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് അറിയിക്കുകയാണ്. എന്താ വെച്ചാൽ ഒരു AC സ്റ്റെബിലൈസറാണ്. ഒരു AC സ്റ്റെബിലൈസറാണ് എന്താണ് ഈസ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ്. നമുക്ക് എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ്, നമ്മളെ എക്യുപ്മെൻറ്റ്സിനൊക്കെ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്ലൈ. ഇപ്പോൾ 240 240 തന്നെ, അതൊന്ന് 240 കൂടാതെയും 240 കുറയാതെയും നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് 240 വോൾട്ടേജ് തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് എന്ത് സെർവോ സ്റ്റെബിലൈസർ എന്ന് പറയുന്നൊരു AC സ്റ്റെബിലൈസറാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജാണ് ഫ്രം ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ്. അതായത് ചേഞ്ച് ഉള്ളൊരു വോൾട്ടേജ് ഇല്ലാതെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെർവോ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് അതിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞു, നമ്മളെ വീട്ടിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ TV, റെഫ്രിജറേറ്റർ, അതായത് നമ്മളെ AC അങ്ങനത്തിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടിക്കൊണ്ടിരിക്കുക. എപ്പോഴും 240 ആണെങ്കിൽ ഫുൾ ടൈം 240 കൂടാനും പാടില്ല, 240 കുറയാനും പാടില്ല. 240 കൂടിയ എന്ത് ചെയ്യും, ആ ഡിവൈസിലുള്ള ഏതെങ്കിലും എക്യുപ്മെൻറ്റിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. 240 കുറവാണ് എന്ത് ചെയ്യും, കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ കുറവാണ് എന്ത് ചെയ്യും, അത് വർക്കിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൂടുതലാണ് എന്ത് ചെയ്യും, അതിലേതെങ്കിലും എക്യുപ്മെൻറ്റ് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സെർവോ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ. അതൊരു AC സ്റ്റെബിലൈസറാണ്. ഈസ് ടു മെയിൻറ്റെയിൻ എന്താണ് കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ് ഫ്രം ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ്, ചേഞ്ചുള്ളൊരു വോൾട്ടേജ് നമുക്കായിട്ട്. അത് വോൾട്ടേജ് കൂടിയും കുറഞ്ഞ് കളിക്കുന്നൊരു ഇത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് സെർവോ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അതുപോലെ എന്താ ഇറ്റ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ഡിവൈസ് ഫ്രം പ്രോബ്ലംസ് ഓൺ മെയിനുള്ള വോൾട്ടേജ് കുറവും കൂടുതലായുള്ള പ്രോബ്ലംസ് എന്നൊക്കെ നമ്മളെ എക്യുപ്മെൻറ്റിനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് നമ്മളെ സെർവോ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ബൈ കറക്റ്റിംഗ് ദ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഇൻകമ്മിങ് AC വോൾട്ടേജ്, അതായത് ഇൻകമ്മിങ് ആയിട്ടുള്ള വരുന്ന AC വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രിങ് ആൻഡ് കീപ്പിങ്ങിനെ ഏറ്റവും ഡിസൈഡ് വോൾട്ടേജ് ലെവൽ, നമുക്ക് ആവശ്യമായ ഒരു ഡിസൈഡ് വോൾട്ടേജ് ലെവൽ തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് എന്താ പറയുക, നമുക്ക് സ്റ്റെബിലൈസർ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിൻ ഒരു കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ് ഫ്രം എ ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ്, ഫ്ലക്ച്വേഷനുള്ള വോൾട്ടേജ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ് തരാൻ വേണ്ടിയും, അല്ലെങ്കിൽ ബൈ കറക്റ്റിംഗ് ദ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഇൻകമ്മിങ് AC ആൻഡ് ബ്രിങ് ആൻഡ് കീപ്പ് ഡിസൈഡ് വോൾട്ടേജ് ലെവൽ തരാൻ വേണ്ടി നമ്മളെ എക്യുപ്മെൻറ്റ് തരാൻ വേണ്ടി യൂസ് ചെയ്തൊരു ഡിവൈസാണ് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് സെർവോ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ സെർവോ സ്റ്റെബിലൈസറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ദ ബിൽഡ് ഇൻ സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജ്. അതായത് എന്ത് ചെയ്യും, അത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യും എപ്പോഴും കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ കിട്ടുന്ന വോൾട്ടേജും, അതായത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ട് എന്ത് ചെയ്യും എപ്പോഴും കമ്പയർ ചെയ്യും. അതായത് ഇറ്റ് ഇൻവോൾവ്സ് അത് കമ്പയറിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും എപ്പോഴും കമ്പയർ ചെയ്യും വിത്ത് ദ ബിൽഡ് ഇൻ സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജ്. എപ്പോഴും റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ് കമ്പയർ ചെയ്യും. അതായത് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടണം. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടണം എന്ത് ചെയ്യും, അതെപ്പോഴും എന്ത് ചെയ്യും ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഒരു റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. എപ്പോഴും എന്ത് ചെയ്യും അതെന്തെങ്കിലും ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അത് കറക്റ്റായി വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്ത് തരും. അത് പിന്നെ കൺട്രോൾ സർക്യൂട്ട് ഓപ്പറേറ്റ് ദ മോട്ടർ, അത് അതിലുള്ള കൺട്രോൾ സർക്യൂട്ട് എന്ത് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വോൾട്ടേജ് ലെവൽ ഫോൾസ് ഓർ റൈസ് ബിയോണ്ട് ദ പ്രസൻറ്റ് വോൾട്ടേജ്. അത് നമ്മളെ നമുക്ക് ഇപ്പോൾ സെർവോ സ്റ്റെബിലൈസറിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഉണ്ട്, കാരണം നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ അതിലെന്തുണ്ട് ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. ആ കൺട്രോൾ സർക്യൂട്ട് എന്ത് ചെയ്യും ഓപ്പറേറ്റ് വേണം നമ്മളെ വോൾട്ടേജ് ഒന്നെങ്കിൽ റൈസോ അല്ലെങ്കിൽ വോൾട്ടേജ് കുറവോ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയാൽ എന്ത് ചെയ്യും നമ്മളെ അതിലുള്ള കൺട്രോൾ സർക്യൂട്ട്
ഓപ്പറേറ്റ് ചെയ്യുന്നിട്ട് എന്താ നമ്മളെ പ്രസൻറ്റ് വോൾട്ടേജ് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജും തരും. അതാണ് നമ്മളെ സെർവോ സ്റ്റെബിലൈസറിലെ പ്രിൻസിപ്പൽ ഓപ്പറേഷനിൽ 2 പോയിൻറ്റ് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ നമുക്കൊരു ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളെ സെർവോ അതായത് സ്റ്റെബിലൈസറിന് ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഫസ്റ്റ് നമുക്ക് എന്തുണ്ട്, ഒരു അൺസ്റ്റേബിൾഡ് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. അത് നേരെ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്തുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടായിട്ടൊരു സ്റ്റേബിൾഡ് ഇൻപുട്ട് വോൾട്ടേജ് ഇടുന്നുണ്ട്. ഇതിനൊരു അക്രോസ് കൺട്രോൾ സർക്യൂട്ടിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ വോൾട്ടേജ് എപ്പോഴും കമ്പയർ ചെയ്യാൻ വേണ്ടി, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എപ്പോഴും കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളെന്ത് റെഫറൻസ് വോൾട്ടേജ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമാണ് നമ്മളെന്ത് സ്റ്റെബിലൈസറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പറയുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാമാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുന്നത്, ഒരു അൺസ്റ്റെബിലൈസ്ഡ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിൽ എന്തുണ്ട്, ഒരു ഡിവൈസിന് ഇൻപുട്ടിൽ നമുക്ക് ഒരു അൺസ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ്, അതിൻ്റെ ഫ്ലക്ച്വേഷൻ ചിലപ്പം വോൾട്ടേജ് കൂടുതലാവാൻ, ചിലപ്പം വോൾട്ടേജ് കുറവാകാം. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അൺസ്റ്റെബിലൈസ്ഡ് ഇൻപുട്ട് വോൾട്ടേജ് കിട്ടി. അത് നമ്മൾ നേരെ എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും. കൺട്രോൾ യൂണിറ്റിൽ എന്ത് ചെയ്യും, അത് അവിടുത്തെ റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്യും. അത് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിലുള്ള ചേഞ്ച് പറ്റിയിട്ട് അതിന് നേരെ ഒരു സ്റ്റെബിലൈസ്ഡ് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ തരും. അതാണ് നമ്മൾ എന്ത് സ്റ്റെബിലൈസറിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജസ്റ്റ് ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം, വർക്കിങ്ങിലുള്ള സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാമാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊരു അൺസ്റ്റെബിലൈസ്ഡ് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടാവും. അത് നേരെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റിൽ കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, അൺസ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ഒരു റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്യും. വെദർ അത് എന്താണ് നമ്മളെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിനെക്കാളും കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ കമ്പയർ ചെയ്യും. കുറവാണെങ്കിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള പർപ്പസ് അതിൽ ചെയ്യും. കൂടുതലാണ് എന്ത് ചെയ്യും, അതനുസരിച്ചുള്ള റിഡ്യൂസ് ചെയ്യാനുള്ള പർപ്പസ് അതിൽ ചെയ്യും. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമുക്ക് എന്ത് ചെയ്യും, അത് സ്റ്റെബിലൈസ് ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ടിന് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടും. അതിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ത് സ്റ്റെബിലൈസറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസും കൂടിയാണത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ എന്താ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ഡയഗ്രാം ഡിസ്കസ് ചെയ്ത് അടുത്ത നമുക്ക് എന്ത് ചെയ്യുക, സെർവോ സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്കസ് ചെയ്യുക. ഈ കാണിച്ചാണ് നമ്മളെന്ത് സെർവോ സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ഇത് നമുക്കെന്തുണ്ട്, ഏറ്റവും ഇൻപുട്ടിൽ നമ്മൾ ഇൻപുട്ട് ഇടുന്നുണ്ട്, സപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കെന്തുണ്ട്, ഒരു ഇൻപുട്ട് സപ്ലൈ നേരെ നമുക്ക് എന്ത് എഴുതുന്നുണ്ട്, ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമർ നേരെ നമ്മൾ എന്ത് എഴുതുന്നുണ്ട്, ഒരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഉണ്ട്. അതായത് നമ്മളെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ വേണ്ടി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, ആവശ്യമായ മോട്ടർ ഉണ്ട്. നമ്മൾ ഏതാ വർക്ക് അതിനുള്ള മോട്ടർ ഉണ്ട്. അതിന് മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. പിന്നെ അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത്, ഒരു സെൻസ്ഡ് ഔട്ട്പുട്ട്, അതായത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തൊരു ഔട്ട്പുട്ട് കിട്ടാനുള്ളൊരു ഔട്ട്പുട്ടിലെ സ്റ്റെബിലൈസ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തുണ്ട്, അതായത് സെർവോ സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ജസ്റ്റ് നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കേണ്ട ഇൻപുട്ട് ഉണ്ട്. പിന്നെ എന്തുണ്ട്, ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ നമ്മൾ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു മോട്ടർ ഉണ്ട്. മോട്ടറിൻ്റെ പവർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ഉണ്ട്. പിന്നെ എന്ത് ലാസ്റ്റ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തുള്ള ഔട്ട്പുട്ട് കിട്ടാനുള്ള ഔട്ട്പുട്ട് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെന്ത് സെർവോ സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമായിട്ട് വരുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ബക്ക് ബൂസ്റ്റ് അതായത് സെർവോ സ്റ്റെബിലൈസറിൽ എന്തൊക്കെ കൺസ്ട്രക്ഷനിലെ സർക്യൂട്ടുള്ളത് നോക്കി. അതിൽ നമുക്ക് എന്ത് ഫസ്റ്റിൽ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. ബക്ക് ബൂസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് അതേപോലെ സ്റ്റെപ്പ് ഡൗൺ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബക്ക് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറാണ്. ബൂസ്റ്റ് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടറാണ്. അതിൽ നമുക്ക് ഇവിടെ എന്ത് സർക്യൂട്ടിൽ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൽ എന്ത് കണക്ട് ചെയ്ത് തന്നാൽ ബിറ്റ്വീൻ എന്താണ് ഇൻപുട്ട്, അതായത് ഇൻപുട്ട് സപ്ലൈയിലും അതേപോലെ നമ്മളെ സ്റ്റെബിലൈസർ ഓഫ് ലോഡ് ടെർമിനൽ അക്രോസാണ് നമ്മൾ എന്ത് ചെയ്തത്, ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്തത്. അതായത് ഇറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ, അതായത് ഇതിനെന്ത് ചെയ്ത് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ നമ്മൾ രണ്ടെണ്ണത്തിന് കണക്റ്റഡ് അക്രോസാണ് കണക്ട് ചെയ്തത്. അതായത് മെയിൻ ഇൻപുട്ട് സപ്ലൈൻ്റെ അക്രോസും അതേപോലെ ഔട്ട്പുട്ട് ഓഫ് സ്റ്റെബിലൈസർ ലോഡ് ടെർമിനൽ ഔട്ട്പുട്ടിന് അക്രോസാണ് നമ്മൾ എന്ത് ചെയ്തത്, ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്തത്. അതെന്തുണ്ട്, ഒരു ടെർമിനൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ടു ഫിക്സഡ് ടാപ്പിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. നമുക്കിവിടെ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആയിരുന്നു. ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഫിക്സഡ് പോയിൻ്റ് ടാപ്പിങ്ങിൽ നമ്മൾ എന്തുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. ടാപ്പിങ്സ് ഉള്ള ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മൾ ഈ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഒരു ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഫിക്സഡ് ടാപ്പിങ്സ് ഓട്ടോ ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ കണക്റ്റഡ് ടു എന്താണ്, മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം സെർവോ സ്റ്റെബിലൈസറിൻ്റെ ഓരോ പാർട്സിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ എന്താണ് മെയിൻ ഇൻപുട്ടുള്ള
മെയിൻ ഇൻപുട്ടിന് അക്രോസും അതേപോലെ എന്തുണ്ട് ഔട്ട് ഓഫ് സ്റ്റെബിലൈസർ ലോ ടെർമിനൽ സ്റ്റെബിലൈസറിൻ്റെ ലോ ടെർമിനൽ അക്രോസാണ് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തത്. ഇറ്റ് വൺ ടെർമിനൽ എന്താണ് ഒരു ടെർമിനൽ ഉണ്ട് കണക്റ്റഡ് ടു ഫിക്സഡ് ടാപ്പിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. നമ്മുടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ് ഫിക്സഡ് ടാപ്പ്, അതിൽ നമുക്ക് ടാപ്പിങ്സ് ഉണ്ട്. ഈ ടാപ്പിങ്സിൽ ഫിക്സഡ് ടാപ്പിങ്സ് അക്രോസ് ആയിട്ട് നമ്മൾ ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ടെർമിനൽ എന്തുണ്ട് നമ്മൾ മോട്ടറിൻ്റെ ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഫിഗറിൽ കാണാം. നമ്മളെന്തുണ്ട് ബക്ക് ബൂസ്റ്റ് ഒന്ന് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്പുട്ടിൻ്റെ ടെർമിനലായിട്ട് കണക്ട് ചെയ്ത് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബക്ക് ബൂസ്റ്റിൻ്റെ വേറെ ടെർമിനൽ എന്നുണ്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അതായത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറിൻ്റെ ഫിക്സഡ് ടാപ്പിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ എന്തുണ്ട് നമ്മൾ മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബക്ക് ബൂസ്റ്റിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മൾ അടുത്ത പാട്ട് പറഞ്ഞാൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഓട്ടോ ട്രാൻസ്ഫോമർ പറഞ്ഞാൽ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഇവിടെ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അതിന് നമ്മൾ ടൊറോയിഡൽ എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനെ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ് ഒരു ഫേസിനും ന്യൂട്രൽ അക്രോസാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഫിഗറിൽ കാണാം. ഫിഗർ നമ്മൾ ഈ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ ചെയ്യുന്നുണ്ട് ഫേസിനും അതേപോലെ ന്യൂട്രൽ അക്രോസാണ് കണക്ട് ചെയ്തത്. ഇത് നമ്മളെ ഫേസും ഇത് നമ്മളെ ന്യൂട്രൽ പോയിൻ്റാണ്. അപ്പോൾ നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിൻ്റെ ഷേപ്പ് കാരണം അതിന് ടൊറോയിഡൽ ട്രാൻസ്ഫോമറിന് ഓട്ടോ ട്രാൻസ്ഫോമർ പേര് വന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഫേസിനും അതേപോലെ ന്യൂട്രൽ അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനും കഴിഞ്ഞു. അടുത്തപ്പോൾ നമ്മൾ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും കണക്ഷൻ നോക്കി. അടുത്ത നമുക്ക് വരുന്നത് എന്താണ് മോട്ടറാണ്. മോട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ എന്തുണ്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നതാണ്. പ്രൈമറി ഓഫ് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു ഷാഫ്റ്റ് ഓഫ് ദ മോട്ടറിൻ്റെ ഷാഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈമറി എന്തുണ്ട് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതാകും അതിൻ്റെ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. മോട്ടർ മൂവ് ചെയ്യുമ്പോൾ ഷാഫ്റ്റും മൂവ് ചെയ്യും. അങ്ങനെ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്നത് എന്ത് ചെയ്യും നമ്മളെ വൈൻഡിങ് അക്രോസ് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് അക്രോസ് ആയിരിക്കും എന്ത് ചെയ്യുക ആ ഷാഫ്റ്റ് മൂവ് ചെയ്യുക. എന്നിട്ട് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് നമ്പർ ഓഫ് വൈൻഡിങ് ഇൻക്രീസ് ഡിക്രീസ് എന്ത് ചെയ്യുക അതിൻ്റെ അക്രോസ് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് മോട്ടറിൻ്റെ കണക്ഷനാണ്. മോട്ടറിൻ്റെ കണക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബക്ക് ബൂസ്റ്റിൻ്റെ പ്രൈമറി എന്ത് ചെയ്യുന്നത് മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ് മോട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്. ഓൾറെഡി നമ്മൾ ബക്ക് ബൂസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻപുട്ടും അതേപോലെ ഔട്ട്പുട്ടിന് അക്രോസ് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്തിട്ടുണ്ട് ഫേസിനും ന്യൂട്രലിനും അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോട്ടർ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അതായത് നമ്മളെ ബക്ക് ബൂസ്റ്റിൻ്റെ പ്രൈമറിയിലും മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിലും കണക്ട് ചെയ്ത്. അതായത് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എന്ത് ചെയ്തിട്ടുണ്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ അത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഷാഫ്റ്റിലേക്ക് വൈൻഡിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്കര നമ്മളെ മോട്ടർ റൊട്ടേറ്റ് അതായത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മോട്ടർ റൊട്ടേറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയ ഷാഫ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഷാഫ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയ അവിടുത്തെ നമ്മൾ കണക്ട് ചെയ്ത വൈൻഡിങ്ങും മൂവ് ചെയ്യാൻ തുടങ്ങും. വൈൻഡിങ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും അത് ഓട്ടോ ട്രാൻസ്ഫോമറും മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യാതെ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ അതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ എത്ര ആവശ്യമുള്ള വോൾട്ടേജ് ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഓൾറെഡി എന്താ പറഞ്ഞത് മോട്ടറിൻ്റെ ഷാഫ്റ്റ് എന്ത് ചെയ്ത് ബക്ക് ബൂസ്റ്റിൻ്റെ പ്രൈമറി ആയിട്ടാണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതേപോലെ അത് നേരെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ വൈൻഡിങ്ങും റൊട്ടേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ മൂവ് ചെയ്യും. അതിൻ്റെ നമ്പർ ഓഫ് ടാപ്പിങ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതായത് നമ്മൾ ഓൾറെഡി എന്തുണ്ട് ടാപ്പിങ്സ് ഉള്ള ഓട്ടോ ട്രാൻസ്ഫോമറാണ് അവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞ് അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് നമ്മൾ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ടാപ്പിങ്സ് ഉള്ള ട്രാൻസ്ഫോമറാണ് അവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ വൈൻഡിങ്ങും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതാണ് നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിലെന്ത് ചെയ്തിട്ടുണ്ടാകും ടാപ്പിംഗ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്തെ കൺട്രോൾ സർക്യൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക സെൻസ് ചെയ്തിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൂടുതലാണ് എന്ത് ചെയ്യും അതായത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് വോൾട്ടേജ് കുറച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ വോൾട്ടേജ് കുറവാണ് എന്ത് ചെയ്യും അത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ടാപ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൊണ്ടുവരും. അപ്പോൾ അത്രയാണ് മോട്ടറിൻ്റെ കണക്ഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത് എഴുതുന്നതാണ് കൺട്രോൾ മൂവ്മെൻറ്റ് മോട്ടറിൻ്റെ ഡ്രൈവ് കൺട്രോൾ സർക്യൂട്ടാണ്. അതായത് നമ്മുടെ പറയേണ്ടത് മോട്ടോർ പവർ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. മോട്ടോർ പറഞ്ഞു ബക്ക് ബൂസ്റ്റ് പറഞ്ഞു ഓട്ടോ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ പറഞ്ഞു. അടുത്ത വരാനുള്ള നമുക്ക് മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് ആണ്. മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് പറയുമ്പോൾ എന്ത് ചെയ്യും കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനും അതെന്ത് ചെയ്യും ഒരു മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് യൂണിറ്റ് ഉണ്ട്. അതായത്
അതിൽ നമ്മൾ മോട്ടറിൻ്റെ ഡ്രൈവ് കൺട്രോളാണ് അല്ലെങ്കിൽ പവർ കൺട്രോളാണ്. അതിലെന്ത് ചെയ്യണം, കൺട്രോൾ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യും. അതെന്ത് ചെയ്യും, നമുക്കൊരു പ്രൊസസ്സർ ബേസ്ഡ് യൂണിറ്റ് എന്തുണ്ടാവും ഇതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യണ്ടാവും. അതിലെന്ത് ചെയ്യും, മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് ഒരു യൂണിറ്റ് അതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്നതാണ് കൺട്രോൾ സർക്യൂട്ട് പവർ സപ്ലൈ. അതായത് നമ്മളെ മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ എന്താ നീഡ് കോൺസ്റ്റൻറ്റ് DC സപ്ലൈ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ അവൈലബിൾ ആവണം. നമുക്ക് എന്ത് കൺട്രോൾ സർക്യൂലേറ്റ് പവർ സപ്ലൈ എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് DC സപ്ലൈ അവൈലബിൾ ആണ്. അതിന് വേണ്ടി നമുക്ക് എന്തുണ്ട്, അതിലൊരു റെക്ടിഫയറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മളെ സെർവോ സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ടിൽ വരുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഇതാണ് നമ്മളെ സെർവോ സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ട്. ഇതിൽ നമുക്ക് എന്തുണ്ട്, ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട്, ഒരു ടൊറോയ്ഡൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അതിൽ ഷേപ്പുള്ള അത്, പിന്നെ ടാപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഉണ്ട്, മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, പിന്നെ സെൻസ് ചെയ്യാൻ ഔട്ട്പുട്ട് സെൻസ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഔട്ട്പുട്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ ബക്ക് ബൂസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻപുട്ടും അതുപോലെ ഔട്ട്പുട്ട് ടെർമിനൽ അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ എന്നത് ഫേസിനും ന്യൂട്രൽ അക്രോസ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. ടാപ്പിങ്സിലുള്ള ട്രാൻസ്ഫോമറാണ്. പിന്നെ വരുന്ന നമ്മളെ മോട്ടറിൻ്റെ കണക്ഷനാണ്. മോട്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ബക്ക് ബൂസ്റ്റിൻ്റെ പ്രൈമറി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൈൻഡിങ് നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബക്ക് ബൂസ്റ്റിൻ്റെ പ്രൈമറി അത് നേരെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മളെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വൈൻഡിങ്ങും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ മൂവ് ചെയ്യും. അതായത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, മോട്ടർ അതിൻ്റെ നമ്മൾ കണക്ട് ചെയ്ത വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമർ മൂവ് ചെയ്യും. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്താൽ നമ്മൾ നമ്പർ ഓഫ് ടാപ്പിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കോൺസ്റ്റൻറ്റ് വോൾട്ടേജിന് അക്രോസ് ആണ് കൂടുതലാണ് എന്ത് ചെയ്യും, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ബിലോ ആണെങ്കിൽ അതനുസരിച്ചുള്ള ടാപ്പിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വരുന്ന നമുക്ക് എന്താണ്, മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് ആണ്. മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് എന്താകും, മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ട് ഉണ്ടാകും. പിന്നെ അതിലെന്തുണ്ട്, മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ട് ഉണ്ട്. പിന്നെ എന്തുണ്ട്, അറ്റ് ലാസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, കൺട്രോൾ സർക്യൂട്ട് പവർ സപ്ലൈ. അതായത് സർക്യൂട്ടിലെ പവർ സപ്ലൈ കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി നമുക്ക് എന്ത് കോൺസ്റ്റൻറ്റ് DC പവർ ആണ് വേണ്ടത്. ആ കോൺസ്റ്റൻറ്റ് DC പവർ അവൈലബിൾ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിൽ നമുക്ക് റെക്ടിഫയർ ഉണ്ട്, കൂടെ എന്തുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അതായത് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് AC നമുക്ക് DC ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും, പിന്നെ എന്താ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ വോൾട്ടേജിൻ്റെ വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DC നമുക്ക് 5 വോൾട്ട്, അതായത് കോൺസ്റ്റൻറ്റ് DC പവർ കുറച്ച് DC മതിയാവും. അതിനത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ സെർവോ സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. സെർവോ സ്റ്റെബിലൈസർ എന്നാൽ ഒരു AC സ്റ്റെബിലൈസറാണ്. എന്താണ്, മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ് ഫ്രം എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജിൽ നിന്ന് ഇതിന് പ്രൊട്ടക്റ്റീവ് ഡിവൈസായിട്ടും യൂസ് ചെയ്യുന്നത്. പവർ ഫ്രം പ്രോബ്ലംസ് ഓൺ മെയിനുള്ള പ്രോബ്ലംസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളെ ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡിവൈസായിട്ടും യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്. എന്തായാലും അൺസ്റ്റെബിലൈസ് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, അത് നേരെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റിൽ കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ഓൾറെഡി ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് അതിനെ റെഫർ ചെയ്തിട്ട് അത് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൂടുതലാണ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കുറവാണ് എന്ത് ചെയ്യും, അതിന് ഇൻക്രീസ് ചെയ്ത് സെറ്റ് ചെയ്യും. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റെബിലൈസ്ഡ് ഇൻപുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളെ സെർവോ സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നോക്കുക.